ഹലോ ആ എന്തു പറ്റി? അവിടെ നമ്മുടെ സൂര്യക്ക് എന്തു പറ്റി? അവനെ പോലീസ് പിടിച്ചെന്നൊക്കെ പറയണേ. പോലീസ് പിടിച്ചെന്നോ? എന്തിന്? ഏതോ സ്ത്രീയുടെ മാലയൊക്കെ പൊട്ടിച്ചോണ്ട് ഓടിയുന്നവൻ. മാല പൊട്ടിക്കാനോ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ആരാ ഇപ്പൊ വിളിച്ചു പറഞ്ഞേ? വിളിച്ച് സുന്ദരേശൻ ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു പുള്ളി. അല്ല, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാല പൊട്ടിക്കാനോ? ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഉണ്ട്. മനസ്സിലായില്ല. തിളച്ച ചായയാണ് എന്നെക്കൊണ്ടൊന്നും പറയുന്നത്. വല്ല ശബ്ദം ഉണ്ടാക്കിയിട്ട് വന്നൂടെ ഇടയ്ക്ക്. നിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഒച്ചയും ഉണ്ടാക്കിയിട്ട് വരാം. എന്തോ ചെയ്യും നിന്റെ അടുത്തേക്ക് ഒരു 1500 രൂപ ഉണ്ടാവുമോ? 1500 അല്ലേ? നിൻ്റെ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എനിക്ക് 2 ബ്ലേഡ് വാങ്ങിക്കാനാണ്. നിനക്കെന്തിനിപ്പോൾ ബ്ലേഡ്? ഒന്ന് താടി പിടിക്കാനും ഒന്ന് നഖം വെട്ടാനും. എന്നൊരു കാര്യം ചെയ്യും, ആ മുടിയും കൂടെ അങ്ങോട്ട് വിട്ടാൽ മതി. അതൊക്കെ പണ്ടേ ട്രൈ ചെയ്ത് പ്രാക്ടിക്കലല്ല. എടാ, നീ തമാശ എടുത്തൊരു കാര്യം പറ. നിനക്ക് അറിഞ്ഞൂടെ നമ്മുടെ അവസ്ഥ? എന്തിനാണ് നിനക്ക് 1500 രൂപ? നിന്റെ അടുത്ത് ഇല്ലല്ലോ, അപ്പം ഇനി ചോദിക്കണ്ട, വിട്. ഇവിടെ നീ പറഞ്ഞാലല്ലേ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ. എടാ, നമ്മുടെ ദീപ്തി ഇല്ലേ? ഏത് ദീപ്തി? നമ്മുടെ പഴയ ഓഫീസിൽ നമ്മുടെ ജൂനിയറായിട്ടുണ്ടായിരുന്ന ദീപ്തി. ഓ, മോൻ പറയാതെ വളയ്ക്കാൻ നോക്കിയേ. ഇപ്പൊ എന്ത് പറ്റി? ജോലിയൊക്കെ പോയപ്പോ നടക്കില്ലല്ലോ. അവളെ കല്യാണം വല്ല ഉറപ്പിച്ച ടൈറ്റ് ആയിരിക്കും. വണ്ടി ചോദിച്ചാ? എടാ, അതൊന്നും അല്ല, പിന്നെ വേറൊരു ആവശ്യത്തിനാ. എടാ, എന്തോ ആവശ്യം എന്ന് പറയണേ. എടാ, അവളുടെ വീടിനടുത്ത് ഒരു മുത്തശ്ശിയുണ്ട്. ഈ മുത്തശ്ശിക്ക് ഭയങ്കര പുള്ളിക്കാരി ഭയങ്കര അസുഖങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പല്ലൊക്കെ പോയിട്ടേ ഈ ചിക്കനും ഒന്നും തിന്നാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു സെറ്റ് പല്ല് മേടിക്കാനുള്ളൊരു ചെറിയൊരു ഫണ്ട് റൈസിങ് പരിപാടി അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് എന്തെങ്കിലും സംഭാവന കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാനങ്ങനെ ഇല്ല എന്ന് പറയാം. മോത്ത് നോക്കി ഇല്ല എന്നങ്ങോട്ട് പറയണം. അതൊക്കെ പൊട്ടിക്ക്. അമ്മച്ചിക്ക് എത്ര വയസ്സായി? അമ്മച്ചിയോ? മുത്തശ്ശി എന്ന് പറയണം. 95 വയസ്സായി. 95 കളവിക്കാൻ സെറ്റ് വല്ല ഉണ്ടാക്കാൻ പോയി. മേലാൽ ഇമാതിരി കാര്യം പറഞ്ഞു വന്നോണ്ടല്ലോ. നിനക്കും ദീപ്തിക്കും അമ്മച്ചിക്കും ചേർത്ത് 3 സെറ്റ് വല്ലി വെക്കേണ്ട ഫണ്ട് റൈസിങ് ഞാൻ ഉണ്ടാക്കാൻ നിൽക്കും. അല്ലേ? വേണ്ടടാ, നിന്റെ സഹായം എനിക്ക് വേണ്ട. എനിക്ക് ഫണ്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എനിക്കറിയാം. അയ്യോ, നീ എവിടെ നിന്ന് എടുത്തിട്ടുണ്ടാക്കും? മോഷ്ടിക്കോടാ, പിടിച്ചു പറിക്കും. ഞാൻ കാണിച്ചു തരാം. നിനക്കത് പറ്റും. നിനക്ക് കള്ളലക്ഷണം ഒന്നും നീ കൊച്ചുനാളിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ ഉള്ളൂ. നിനക്കതൊന്നും തെളിയിക്കാം. അല്ല, വിജയോട് സൂര്യ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയണ വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമില്ലേ? അതല്ല, ഇന്നവൻ കണ്ട അമ്മച്ചിക്ക് വെപ്പുവല്ല് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മോഷ്ടിക്കാൻ ഇറങ്ങിയെങ്കിലേ അവനെ നമ്മൾ സൂക്ഷിക്കണം. വളരെയേറെ സൂക്ഷിക്കണം. ഇന്ന് നാട്ടുകാരുടെ മാലയാണെങ്കിൽ നാളെ നമ്മുടെ കിഡ്നി ആയിരിക്കും. സൂര്യ അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? ഏയ്, അങ്ങനെയല്ല. ഒരിക്കൽ കള്ളൻ എന്നുള്ളൊരു പേര് വന്നു കഴിഞ്ഞ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാം യാന്ത്രികമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അവനെ സൂക്ഷിച്ചേ പറ്റൂ. അല്ല, വിജയ്ക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി അന്വേഷിക്കായിരുന്നില്ലേ? ഏയ്, അത് ശരിയാവൂല. അവനെൻ്റെ ആത്മാർത്ഥ സുഹൃത്തൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടേ എനിക്കൊരു പണി തരാൻ പറ്റിയ സാഹചര്യം ഇന്ന് വരെ അവൻ കളഞ്ഞിട്ടില്ല. പോരാത്തതിന് ഇന്ന് രാവിലെ അവനെ കളിയാക്കിയതിൻ്റെ പേരിലുള്ള ചുരുക്ക് തീർത്തിട്ട് പോയിരിക്കണം. വെല്ലുവിളിച്ചിട്ടുമുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ അവൻ്റെ കാര്യം അന്വേഷിക്കാൻ അവിടെ പോയാൽ അവനെ മോഷ്ടിക്കാൻ പറഞ്ഞു വിട്ടാൽ ഞാനാണെന്ന് വേണമെങ്കിൽ അവൻ പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് നോക്കിയാലോ? അതൊട്ടും വേണ്ട. ഈ നാട്ടിൽ പ്രവാസികൾക്ക് കൊടുക്കത്ത ഡിമാൻഡാണ്. നിങ്ങൾ ഈ ഡിമാൻഡ് കൂടി പോലീസ് സ്റ്റേഷനിലെങ്ങാനും കയറി കഴിഞ്ഞാൽ നിങ്ങളെ എങ്ങനെ പിഴിഞ്ഞെടുക്കാമെന്ന് മാത്രമേ പോലീസുകാരന്മാർ ചിന്തിക്കും. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അത് മതിയല്ലേ? മതി. വിജയ്, ഇതിപ്പോ എത്ര നേരമായി? സുന്ദരേശൻ ചേട്ടൻ വിളിച്ചായിരുന്നോ? ഇല്ല, എന്നെ വിളിച്ചില്ല. എന്നാ നമുക്ക് അങ്ങോട്ടേക്ക് വിളിക്കണ്ടേ? അവനെ പിടിച്ചോണ്ട് പോയത് കേരള പോലീസാണ്. സോ വാട്ടെന്നാ? എനിക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയാൻ പാടില്ല. ഇവിടെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് കള്ളനാക്കണ നാടാണ്. അറിയാവോ? മനസ്സിലായില്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ ഇപ്പം നമ്മുടെ സുന്ദരേശൻ ചേട്ടൻ അവിടെ പോയേക്കാണല്ലോ. സൂര്യ കുറ്റം സമ്മതിച്ചില്ല എന്ന് വയ്ക്കുക. സുന്ദരേശൻ ചേട്ടനെ പിടിച്ച് അകത്തിടും. എന്നിട്ട് കൂട്ടുപ്രതിയാക്കും.
മനസ്സിലായില്ലേ? എന്നിട്ട് പോലീസുകാരുടെ 3-ാം മുറ പ്രയോഗിക്കുമ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ കുറ്റം സമ്മതിച്ചാൽ പോലും 2 പേരും പ്രതികളായി. എനിക്ക് വിജയ് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പറയാമോ? ഇപ്പം നമ്മുടെ സുന്ദരേശൻ ചേട്ടൻ അവിടെ പോയേക്കുവാണ്. സുന്ദരേശൻ ചേട്ടനെ പിടിച്ച് അവരകത്തിടും. സുന്ദരേശൻ ചേട്ടൻ കുറ്റം സമ്മതിക്കുമോ? ഇല്ല. അല്ല, അതിന് സുന്ദരേശൻ ചേട്ടൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. സുന്ദരേശൻ ചേട്ടൻ കുറ്റം ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ സുന്ദരേശൻ ചേട്ടനെ ഇപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പോലീസുകാരന്മാർ എൻ്റെ നമ്പർ എടുത്ത് എന്നെ ട്രാക്ക് ചെയ്യും. എന്നിട്ട് അവരെന്നെയും കൂടെ പിടിച്ചുകൊണ്ട് പോയിട്ട് 2 ഇടി ഇടിച്ച് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പിന്നെ 2 ഇടി ഇടിച്ച് കഴിഞ്ഞെങ്കിൽ ഇല്ലാത്ത കുറ്റം സമ്മതിക്കല്ലേ? പിന്നെ ഇടിയിട്ടിയാൽ ഞാൻ സമ്മതിക്കും. എന്തായാലും നമ്മൾ സൂര്യക്ക് വേണ്ടി സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാതിരുന്നൊന്നും ശരിയായില്ല. പിന്നെ ഈ കുറ്റം ചെയ്തവരാണ് ശിക്ഷിക്കപ്പെടണം. തന്നെയാണ് അതിൽ സൂര്യൻ കാര്യമൊക്കെ. അപ്പോൾ തനിക്കൊരു കാര്യം അറിയും, അവന് സന്തോഷമാവത്തേ ഉള്ളൂ. അതെന്തെന്നറിയൂ, ഇവിടെ പട്ടിണി കിടക്കുന്നവരല്ല, അവിടെ 3 നേരം സുഭിക്ഷ ഭക്ഷണമാണ്. ഡാ, ഇന്ത്യ കൂടെ ജീവിക്കുന്നത് നല്ലതേ ആ ജയിലിൽ പോയി കിടക്കുന്നത് തന്നെയാ. എടാ സൂര്യ, അറിയോ എന്തൊക്കെയാ ഞങ്ങൾ കേൾക്കുന്നേ? ആന്നേ, ഒരു 1500 രൂപയ്ക്ക് വേണ്ടിയിട്ട് മാലയൊക്കെ പിടിച്ചു പറിക്കാൻ പോയിരിക്കുന്നവൻ. നിന്റെ അപ്പനാടാ മോഷ്ടിച്ചത് മാല. വിജയ് ഒന്നും മിണ്ടായിരിക്കും. സൂര്യ പറ. ഇങ്ങനെ കേൾക്കണം. ഞാൻ പണ്ട് നന്നായിട്ട് ഓടുമായിരുന്നു, കോളേജിലൊക്കെ അടിപൊളിയായിട്ട് ഓടും. ഞാൻ അറിയാതെ അപ്പം ഇത് രാവിലെ പറഞ്ഞപ്പോൾ ഇവൻ കളിയാക്കുകയും മേനൊക്കെ ചിരിക്കുകയും ചെയ്തില്ലേ, എനിക്കത് ഭയങ്കര ഫീലായി. അച്ഛോ. അപ്പം എൻ്റെ പഴയ സ്പോർട്സ്മാനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനമെടുത്തു. എന്നിട്ട് നമ്മുടെ ജംഗ്ഷനിലുള്ള ഗ്രൗണ്ടില്ലേ, അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിച്ചു. എന്നിട്ട് കൊച്ചി മാരത്തോണിൽ പങ്കെടുത്ത് വിന്നറായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒന്ന് എൻ്റെ കഴിവ് തെളിയിക്കണമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞയെടുത്തായിരുന്നു. അതിന് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യണം. നിന്നെ എന്തിനാ പോലീസ് പിടിച്ചോണ്ട് പോണേ? എടാ, ആ സമയത്ത് അവിടെ ഏതോ ഒരു കള്ളൻ ഏതോ ഒരു ചേച്ചിയുടെ മാലയും പൊടിച്ച് അത് ഓടി വന്ന്. അപ്പൊ ഈ ചേച്ചി കൂടെ കഷ്ടപ്പെട്ട് ഓടുന്നുണ്ടപ്പം ഈ കള്ളനും കൂടെ ഓടുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ ഉള്ളിലെ ആ പൗരബോധം ഉണർന്നപ്പം ഞാൻ ഈ കള്ളന്റെ പുറകെ 100 വെച്ച് പിടിച്ച്. ഒരു മിനിറ്റ്, ഈ 100 കുറയ്ക്കാൻ പറ്റുമോ? ഇവരോടൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറയാൻ പറ്റുമോ? മിണ്ടാതിരിക്കും വിജയ്. സൂര്യ പറ. അപ്പം ഓടിച്ച് ഒരു വളവിലെത്തിയപ്പം കുറച്ച് പോലീസുകാർ എൻ്റെ മുന്നിൽ ചാടിയിട്ട് എന്നെ വന്ന് പിടിച്ച്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, ഞാനും അവനോട്ടിരിക്കുന്നത് സെയിം കളർ സെയിം ടീഷർട്ടാണ്. അവരെ കുറ്റം പണ്ട് കാര്യമില്ലല്ലോ. അവരെന്നെ ജീപ്പ് തൂക്കിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അയ്യോ, എന്നിട്ട് സൂര്യ നിരപരാധിയാണെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായേ? എവൻ അവിടെ കിടന്ന് കരഞ്ഞ് കാല പിടിച്ചൊക്കെ ഇറങ്ങി വന്നായിരിക്കും. അത് നീ ആരുടെ അങ്ങനെ ചെയ്യുമായിരുന്നു? ഞാൻ അതല്ല ചെയ്തത്. ഞാൻ അവരിടിച്ച ഇടിയൊക്കെ നിന്നങ്ങ് കൊണ്ടു. ആ സമയത്ത് ബാക്കി പോലീസുകാർ ഒറിജിനൽ കള്ളനെ പിടിച്ചുകൊണ്ട് വരികയും ഞാൻ നിരപരാധിയാണെന്ന് മനസ്സിലായി. അവരെന്നോട് സോറി പറഞ്ഞ് കാലൊക്കെ പിടിച്ച് വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു വിട്ടു. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. നിരപരാധിയായ ഒരാളെ ശിക്ഷിക്കാൻ എന്താ അവകാശമുള്ള പോലീസുകാർക്ക്? നമുക്ക് ലീഗലി മൂവ് ചെയ്യണം. വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഈ പോലീസുകാരെ ശത്രുവാക്കാൻ അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല അല്ലടാ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർ വേറെ എന്തെങ്കിലും കള്ളക്കേസൊക്കെ നമ്മുടെ മേത്ത് ചാർത്തി നമ്മളെ വെറുതെ വേട്ടയാടപ്പെടാൻ ഞാൻ തയ്യാറല്ല. ആന്നേ, അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. അതെ അതെ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇവിടുത്തെ പോലീസുകാർക്കും നല്ല കുഴപ്പം നിങ്ങൾക്കെതിരെ എന്ത് ചെയ്താലും അതെല്ലാം സഹിച്ച് വായ മൂടി കെട്ടി നടന്നു. കഷ്ടം. നല്ല കണക്കിന് കിട്ടിയല്ലേ? അങ്ങനെ മനസ്സിലായി. അത് പിന്നെ ഞാൻ നിന്റെ കൂട്ടുകാരനല്ലടോ, അതുകൊണ്ട് തന്നെ നിന്റെ ദേഹത്ത് പിടിക്കാനുള്ള ചൂടുവെള്ളം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട, പിന്നല്ല, മതി വാ, ചൂടുവെള്ളം തണുത്തു. ഓഹോ അച്ചോ.